ഹലോ, ഇന്ന് ഡിന്നറിന് ഞങ്ങൾ എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കഴുകി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് മാറ്റിയെടുത്ത് വയ്ക്കും. ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആദ്യം ഒക്കെ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നന്ദുവിന് വൈകുന്നേരത്തേക്ക് ഞാൻ രാവിലത്തെ ദോശമാവ് മാറ്റിയെടുത്ത് വയ്ക്കും കേട്ടോ. നന്ദുവിന് നല്ല ഇഷ്ടമാണ് ചൂടോടെ വൈകുന്നേരം വന്നിട്ട് ദോശ കഴിക്കുന്നത്. അപ്പം ഇതിനിടയിൽ കൂടെ അതും കൂടി റെഡിയാക്കണം. കുഞ്ഞു എന്തൊക്കെയോ വിശേഷങ്ങളും സംശയങ്ങളും ചോദിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കി മാറ്റി വെച്ചു. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ സോയാബീനും ചേർക്കുന്നുണ്ട് കേട്ടോ. സോയാബീനും മസാലയൊക്കെ പുരട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ഒഴിച്ച് എഗ്ഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു പിടി സവാള ഞാൻ വറുത്ത് മാറ്റുന്നുണ്ട്. നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അതേപോലെ സവാള മുരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. അതിൽ ആ ഓയിലിൽ തന്നെ നമ്മൾ എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ സോയാബീനും ചേർത്തിട്ട് ഒന്നിച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു യെല്ലോ കളറാവുന്ന നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്തൊക്കെയോ പറഞ്ഞ് കൂടെ നിൽപ്പുണ്ട്. എഗ്ഗൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അടുത്ത് സോയാബീനും ഒന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. സോയാബീനും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മുട്ട അങ്ങനെ ചിക്കി എടുക്കുന്നുണ്ട്. അതും റെഡിയായി. ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. സവാള വാട്ടിയെടുക്കുക. ഒന്നുകൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം വാങ്ങിക്കുന്ന തക്കാളി മിക്സ് ചെയ്തത് അടിച്ചു കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ റെഡി ആയതിനു ശേഷം ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. ഒറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിപ്പിക്കുക. അപ്പോഴേക്കും നമ്മളെ എഗ് ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ നന്ദുവിനും കുഞ്ഞിനും ഞാൻ ഓൾറെഡി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എപ്പോഴും എൻ്റെ കൂടെ ഇയാളും ഉണ്ടാവും. ഓക്കെ, ബൈ.